സ്വന്തം വീട്ടിൽ തന്നെ കോഴി മുട്ടിക്കാന്ന് വെച്ചാ? എനിക്ക് പ്രതികരിക്കണം. പ്രതികരിക്കാൻ മറ്റു മാർഗമൊന്നും നീ കണ്ടില്ലേ? തൊഴിലും ത്വരയൊന്നും ഇല്ലാത്തവന് പ്രതികരിക്കുന്നതിന് പോലും പരിമിതി ഉണ്ടടാ. റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരു അഭ്യസ്ത വിദ്യനെ നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ വികാരമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഹോ, എന്നാലും ഭാവിയെ പറ്റി യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ കുടുംബത്തെ മാനേജ് ചെയ്യും? ഓ, വലിയ കഷ്ടം. ഞാനിപ്പോ താമസിയാതെ ക്ലർക്കാവും. കാരണം എന്റെ മതി നിർത്ത്. എന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു പൊങ്ങച്ചം. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സപ്പർ സംഘത്തിന്റെ നിയമാവലിയിൽ ഒരു നിബന്ധന ഉണ്ട്. അതായത് സംഘാംഗങ്ങളുടെ വീട്ടിൽ മോഷണം അരുത്. ശരിയാണ്. ഇന്ന് നിന്റെ വീട്ടിൽ വെച്ചാകുമ്പോ നാളെ അത് എന്റെ വീട്ടിൽ വെച്ചാ. അതെ. അല്ലെങ്കിലും കോഴി ആയാലും താറാവായാലും ഇളനീരായാലും ആരാന്റെ മുതൽ കട്ട് തിന്നുമ്പോഴ ഒരു രുചി. അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ മോഷണം വേണ്ട. ആണത്വത്തിന്റെ ആണിക്കല്ല് സ്വന്തം കുടുംബാംഗങ്ങൾ ചേർന്ന് പറിച്ചെടുക്കുമ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ഇല്ലെന്ന് വെച്ചാൽ ശരി, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിയമാവലി തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി എഴുതാം. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വെച്ച്. ഓക്കെ? ഇരുട്ടാണേ സൂക്ഷിക്കണേ. സൂക്ഷിച്ച്. പട്ടിയുണ്ടോ? അളിയനുണ്ട്. അളിയനെ പൂട്ടിയിട്ടുണ്ടല്ലോ. കോഴിക്കോടോ? അയ്യോ, ഉറങ്ങ. വിളി. കിടക്കല്ലേ. പോയി കളിച്ചോ. എന്ത് ഭ്രാന്തായത്? അങ്ങനെ ഒരുത്തൻ ഇനിയോട് സൽക്കരിക്കണ്ട. നിങ്ങൾ വിട്ടോ, ഞാനങ്ങ് എത്തിക്കോളാം. നീ എവിടെ പോവുക? ഞാനങ്ങ് എത്താം, ചെറിയ പണിയുണ്ട്. അവസാനം മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കല്ലേ. എന്താടാ? കഷ്ടമല്ല കാഷ്ടം. കോഴിക്കള്ളന്മാരെ പിടിക്കാൻ വന്നതായിരുന്നു ഞാൻ. അയ്യോ ദൈവമേ, എന്റെ കോഴികളെ മുഴുവൻ ആരോ മോടിച്ചോട്ട് പോയി. ഞാൻ ഒളിച്ചു നിന്ന് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ കൈവിട്ടുപോയി. തലകിട്ടില്ലയോ? അല്ല, കള്ളനാണെന്ന് കരുതി ഞാനാ അവനെ തല്ലിയത്. മോനെ, നിനക്ക് വേദനിച്ചോ? ആളെ മനസ്സിലായോ? ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല, പക്ഷെ മുതുകിനെ നോക്കി ഒരു ഏർ കൊടുത്തു. ആളിന്റെ ശരീരാവസ്ഥയിൽ മിക്കവാറും ആ ഏറിന് ചാവാനാണ് സാധ്യത. കറുത്ത് തടിച്ച ആളെന്നല്ലേ കേളുപണിക്കർ പറഞ്ഞത്? ഇരുട്ടത്ത് പിന്നെ ആളെ കാണുമ്പോ കറുത്ത് തന്നെ ആയിരിക്കില്ലടോ വിവരദോഷി. ആരായിരിക്കും അത്? എന്തായാലും നമ്മളല്ലല്ലോ, അത് തന്നെ ഒരാശ്വാസം. എന്തിനാ വാദപ്രതിവാദം നടത്തണേ? കുഞ്ചു ഇപ്പഴങ്ങി എത്തുമല്ലോ, അപ്പോഴറിയാലോ ആളാരാണെന്നുള്ളത്. പേപ്പറിൽ എന്താ വിശേഷം? എന്തുവാടാ? പേപ്പർ മടക്കിയപ്പോ വിരൾ അതിനിടയിലായി പോയി. ആളിങ്ങി എത്തിയല്ലോ. വരണം പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. കള്ളനെ നേരിൽ കണ്ടു എന്ന് കേട്ടു. ആളെ തിരിച്ചറിഞ്ഞോ? പാണ്ടിക്കാരാണ്, പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. അതെ. ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനില്ലേ ഇവിടെ. ഇവൻ തന്നെ കള്ളൻ. കള്ളം, പച്ചക്കള്ളം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലുമില്ല. കോഴിയേ കണ്ടിട്ടില്ലെന്നോ? അയ്യടാ, ഇല്ല, ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല. വ്യക്തിവൈരാഗ്യം കൊണ്ട് അവരെന്നെ കോഴിക്കള്ളനാക്കുന്നതാ. അയ്യോ, ഇവൻ തന്നെയാണ് കള്ളൻ, ഞാൻ നേരിൽ കണ്ടതാ. അങ്ങനെ ഒരാളെ മാത്രം സംശയിച്ചാലോ? വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ?
ഇവന്റെ മുതുകിൽ ഏറ് കൊണ്ടൊരു കലയുണ്ട്. ആ ഇല്ല 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 പച്ചക്കള്ളം. ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്ക. ഇല്ല എന്റെ മുതുകിൽ കലയേ ഇല്ല. എടോ ഇല്ലെങ്കിൽ താരം തന്നെ പഠിക്കണേ. ആ ഷർട്ട് അഴിച്ച് കാണിച്ചോട്ടെ. ഞാൻ പല്ലി കേട്ടിട്ടില്ല. ഏയ്, മുതുകില് കളിയുണ്ടോ നോക്കാൻ അതിനിപ്പം ബ്രേസ് ഇട്ടില്ലെങ്കിൽ എന്താ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തുണി അടിക്കാൻ എനിക്ക് നാണക്കേടാ. ഓ ഇതിപ്പോ എന്റെ ചാരിത്രവും പോകണം പരിശോധിക്കുന്ന പോലെയാ. പുറത്താനും പറയാ ഷർട്ട് അഴിക്ക്. എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം. അഴിക്കണ ഷർട്ട് അഴിക്കടാ. മലയാളിക്ക് അഴിക്കുന്ന എനിക്ക് നല്ലത്. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റാവും. ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ പെണ്ടി. അഴിക്കടാ. നിങ്ങൾ കേൾക്ക്, ഞാനൊരു സത്യം പറയാം. എനിക്ക് മുതുകില്ല. എന്നാ മുതുകില്ലാത്ത ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണാം. ഞാനല്ല കോഴിയെ മോഷ്ടിച്ചത്, ഞാനല്ല പട്ടി. ഒരു പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ഉടയ തമ്പുരാൻ ആകാശത്തിനിറങ്ങി വന്ന് നിന്നെ ചൂണ്ടി കള്ളനാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കൂല. പക്ഷേ ഇതെനിക്ക് വിശ്വസിച്ചേ പറ്റൂ. അയ്യോ ഞാൻ കള്ളനല്ല, സത്യസന്ധനായ ഒരു നിരപരാധിയാണ്. എടാ നിരപരാധിയുടെ മോനെ, അന്ന് ഉച്ചയ്ക്ക് പുഴുങ്ങിയ കോഴിമുട്ടയും പൊരിച്ച കോഴിയിറച്ചിയും മൂക്കറ്റ നക്കി നക്കി തിന്നേച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കോഴിയെ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? സത്യമായിട്ട് ഞാൻ കോഴിയെ മോഷ്ടിക്കാൻ വന്നതല്ലായിരുന്നു. പിന്നെ നട്ടപ്പാതിരിക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വന്നായിരുന്നോടാ കുറുക്ക? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആരെ പിടിച്ചു വേണമെങ്കിലും സത്യം ചെയ്യാം. നിർത്ത്. വ്യക്തമായ തെളിവുണ്ട്. മുതുകിലെ കലയല്ല എന്റെ തെളിവ്. കാണണോ നിനക്ക്? മീനാക്ഷി, മീനു. ഈ ഡയറി തന്നെയല്ലേ? എന്താ മിണ്ടാത്തത്? സംഭവം നടന്ന അന്ന് രാത്രി ഈ വീട്ടുപറമ്പിൽ നിന്നും കണ്ടുകിട്ടിയ തൊണ്ടിയാണിത്. അത് പിന്നെ മിണ്ടിപ്പോരുത്. പെണ്ണുങ്ങളെ പോറ്റുന്ന കോഴികളെ മൂട്ടിക്കുന്നതിനേക്കാൾ അന്തസ്സായി ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിച്ചുവിടാ. എന്നാ എന്നെ കൊന്താം. കൊണ്ടാ തന്നെ ഒരു കുറുക്കന്റെ ലക്ഷണം. എന്റെ തൊഴിലാണ് സത്യം. നിർത്ത്. തൊഴിൽ പിടിച്ചാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഡയറി പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത്, കോഴിയെ പിടിച്ച് സത്യം ചെയ്യണം. കോഴിയാണ് സത്യം. ആളെ പഠിപ്പിക്കാ. കുറുക്കൻ തന്നെയല്ലേ? വത്സലെ, നീയെങ്കിലും എന്നെ വിശ്വസിക്കും, ഞാൻ കള്ളനല്ല. കുഞ്ചേട്ടൻ കണ്ടതല്ലേ? ആ മഹാഭാവി പാവം ചെയ്യാത്തവനെയാണ് കല്ലെറിഞ്ഞത്. എഫോനൊപ്പം എക്സ് കൂടി ചേർത്ത പൂർണ്ണമായെന്ന് ഇപ്പൊ ബോധ്യായി. നെഞ്ചു വളർന്ന് മസ്തിഷ്കം പുറത്തെടുത്താലും വിശ്വസിക്കുകയില്ലെന്ന് വെച്ചാൽ എന്റെ നിരപരാധിത്വം കാലം തെളിയിക്കും. അന്നതായി അമ്മോ. അയ്യോ.